റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഫിഖ്ഹുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫിഖ്ഹുൽ മുസ്ലിമിൽ ഇന്ന് ഹജ്ജിൻ്റെ കർമ്മശാസ്ത്ര വിശകലനമാണ് നടക്കാനിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഓഫ്ലൈനിലും ഓൺലൈനിലും സജീവ സാന്നിധ്യമായ ലോക പണ്ഡിത സഭ അംഗം ഡോക്ടർ ഇല്യാസ് മൗലവിയാണുള്ളത്. ഉസ്താദേ, നമ്മുടെ ഹജ്ജിനെ കുറിച്ചാണല്ലോ ഇന്ന് സംസാരിക്കുന്നത്. അതെ. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് പറയാറുള്ളത് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കഴിവിൻ്റെ മാനദണ്ഡം എന്തായിരിക്കും? ആരാണ് ഈ കഴിവുള്ളവൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇസ്ലാമിലെ ഒരു കർമ്മവും ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. അഥവാ അള്ളാഹു ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതേ കൽപ്പിച്ചിട്ടുള്ളൂ, അല്ലാത്തത് കൽപ്പിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഖുർആൻ തന്നെ പറഞ്ഞാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പം മനിസ്തതാഅ ഇലൈഹി സബീല, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇസ്തിതാഅത്ത് എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അസാദ് വർറാഹില, ഹജ്ജ് ചെയ്യാൻ ഉള്ള പാഥേയം. റാഹില എന്ന് പറഞ്ഞാൽ വാഹന സൗകര്യം, ഗതാഗത സൗകര്യം. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ശാരീരികമായ ആരോഗ്യം, സാമ്പത്തികമായ ശേഷി, മുടക്കമില്ലാത്ത വഴി സൗകര്യം, യാത്രാ സൗകര്യം. കാരണം ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ക്യാഷും ഉണ്ട്, പക്ഷേ യാത്രാ സൗകര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വിചാരിച്ച എല്ലാവർക്കും ഇത് രണ്ടും ഉണ്ടായാലും പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. യാത്രാ ക്രമീകരണങ്ങളൊക്കെ അതിൽ പെടും. നറുക്കിട്ടിട്ട് കിട്ടുന്നവർക്കും ഒക്കെ അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൂന്നും ഉള്ളവർക്കാണ്, അഥവാ ഇത് മൂന്നും ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്നത് മാത്രമല്ല, അവനെ മുസ്ലിമായിട്ട് തന്നെ കൂട്ടൂല. അതായത് ഇസ്ലാം കാര്യങ്ങൾ 5 ഒന്നാണ് ഹജ്ജ്. ഈ ഹജ്ജ് ഇസ്ലാം കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് ചൊല്ലിപ്പടിച്ചെടുത്തിൽ മാത്രമേ അറിയുള്ളൂ. യഥാർത്ഥത്തിൽ സാമ്പത്തിക ശേഷിയും ശാരീരികമായ കഴിവും യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും മുന്നിൽ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യണമെന്ന ബോധമില്ലാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബോധമില്ലാത്തത് ഇത് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നതുകൊണ്ടാണ്. നിസ്കാരം വൈകിപ്പോയാലൊക്കെ ബേജാറാകുന്ന ആളുകൾ പോലും ഇതെല്ലാം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവരുണ്ട്. അവരെ പറ്റിയിട്ട് ഹദീസുകളിലൊക്കെ കാണുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൽ യമുത് യഹൂദിയൻ ഔ നസറാനിയൻ എന്നാണ്. ഓൻ യൂതനോ നസറാനിയോ മരിക്കണ പിന്നെ നല്ലത്, ഇസ്ലാം കാര്യത്തിൽ എന്ന ബോധമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, കഴിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ കഴിവ്, സാമ്പത്തികമായ ശേഷി, യാത്ര, ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി മക്കയിലെത്തി കർമ്മങ്ങളൊക്കെ ചെയ്ത് നിർവഹിക്കാൻ ഉള്ള യാത്രാ സൗകര്യം, മറ്റ് പ്രതിബന്ധങ്ങളോ നിയമ തടസ്സങ്ങളോ ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ്. ഇത് രണ്ടും ഉണ്ടായിട്ട് ശാരീരികമായ കഴിവില്ലെങ്കിൽ അവർ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞേക്കണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞല്ലോ, സാമ്പത്തിക ശേഷി എന്ന് പറയുമ്പോൾ അത് ഹജ്ജിന് പോകാനുള്ള സമ്പത്ത് അവൻ്റെ അടുത്തുണ്ട്, ആ യാത്രക്കും ഒക്കെ ആവശ്യമായ സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ അവന് ഹജ്ജ് നിർബന്ധമായി മാറിയില്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനെ വിശദീകരിച്ച് സാമ്പത്തിക ശേഷി എന്നതുകൊണ്ട് വിശദീകരിച്ചത് ഒരാൾക്കും അയാളുടെ കുടുംബത്തിന് ഉപജീവനത്തിനുള്ള വഴി മുട്ടിച്ചുകൊണ്ട് ഹജ്ജിന് പോകേണ്ടതില്ല. ഉദാഹരണമായിട്ട് ഒരാൾക്ക് താമസിക്കുന്ന വീടും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെറിയ സ്ഥലമാണ് ഉള്ളത്, അല്ലെങ്കിൽ നിത്യോപയോഗത്തിനുള്ള, അതൊന്നും വിറ്റാൽ ചിലപ്പോൾ അതിന് കിട്ടും. താമസിക്കുന്ന വീട് വിറ്റാൽ ഹജ്ജിന് ചെയ്യാനൊക്കെ ഉള്ള പൈസ കിട്ടും. അങ്ങനെ വിറ്റ് പോകേണ്ട കാര്യമില്ല. അയാൾക്കും അയാളുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഉപജീവനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞ് മിച്ചമുണ്ടായിരിക്കണം. ആ മിച്ചമുള്ളത് കൊണ്ട് ഹജ്ജ് ചെയ്ത് വരാൻ മാത്രം ആ സാമ്പത്തികം ശേഷി അയാൾക്ക് ഉണ്ടെങ്കിലാണ് ഹജ്ജ് നിർബന്ധമാവുക എന്നർത്ഥം. ഞാൻ ഈ ചോദിക്കാൻ കാരണം, നമ്മുടെ അടുത്ത് ഒരു പക്ഷെ ഒരാളുടെ അടുത്ത് ചിലപ്പോൾ പണമായിട്ടുണ്ടാവുകയില്ല, സമ്പത്തായിട്ട് പണം ഉണ്ടാവുകയില്ല, പക്ഷെ ഒരുപാട് സ്വത്ത്, പാടവും പറമ്പും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അവിടെ കിടക്കുകയും പൈസൻ്റെ അടുത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു ന്യായമാണോ എന്നുള്ളത്. ഈ സമ്പത്ത് 2 രൂപത്തിൽ, ഇപ്പോൾ കൃഷിഭൂമി ആണെങ്കിൽ അത് വിറ്റിട്ട് ഹജ്ജിന് പോകണമെന്നില്ല. അതേസമയം തരിശായി കിടക്കുന്ന ഭൂമി ഉണ്ടായി 5 സെൻറ്റ് വിറ്റാലും ബാക്കിയുള്ള സ്ഥലമൊക്കെ ധാരാളം അദ്ദേഹത്തിന് ജീവിക്കാൻ മാത്രം, കൃഷിയെ മാത്രമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 10 സെൻറ്റ് വിറ്റ് 5 സെൻറ്റ് വിറ്റ് ആ പൈസയും കൊണ്ട് അയാൾ ഹജ്ജിന് പോകണം.
അപ്പോൾ ഈ കഴിവുണ്ടായിട്ടും PF അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വാങ്ങുന്ന ശമ്പളം ചിലപ്പോൾ ജീവിതത്തിന് അങ്ങ് പോകും. പക്ഷെ അവരെ PF ചിലപ്പോൾ 10, 30, 20 ലക്ഷം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണെങ്കിൽ അവർക്ക് പിൻവലിക്കുകയും ചെയ്യാം. അതെ, അങ്ങനെയുള്ള ആളുകളൊന്നും ഹജ്ജിനെ പറ്റി ചിന്തിക്കണം എന്നാ പറയുന്നത്. അപ്പൊ PF ആ പൈസ ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ഹജ്ജ് ചെയ്യാൻ തയ്യാറാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ റസൂൽ ഉൾപ്പെടുത്തി. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറയും. പൈസ PF-ലല്ലേ, PF-ലുള്ള അയാളെ തന്നെയല്ലേ. അതെ അതെ അതെ. അപ്പൊ ഇതേപോലെ അതിന്റെ ഒരു ഉപചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഹജ്ജ് ഇതേപോലെ കഴിവുണ്ടായി ഒരാൾക്ക്, കഴിവുള്ള സമയത്തൊന്നും അയാൾ ഹജ്ജിന് പോയില്ല, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗിയാവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ കഴിയും? അയാൾ അവിടെ 2 കാര്യം ചെയ്യണം. ഒന്ന്, കഴിവുള്ള സമയത്ത് ഇത് നിർവഹിക്കാത്തതിൻ്റെ പേരിൽ സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും തുടങ്ങി എല്ലാം ഉണ്ടായിട്ട് ആ ബോധമില്ലാതെ അലംഭാവം കാണിച്ചതിന് അള്ളാഹുവിനോട് അദ്ദേഹം തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം, ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. ഇതാണ് ഒന്ന്. രണ്ടാമതായി, എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാനായി മറ്റൊരാളെ അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനായി മറ്റൊരാളെ ഏൽപ്പിക്കണം. അതിനുള്ള സാമ്പത്തിക ചെലവും ഇതൊക്കെ വഹിക്കണം. അങ്ങനെ ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാൾ ആദ്യം അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്തവരായിരിക്കണം, ഹജ്ജ് ചെയ്ത ഒരാളായിരിക്കണം ഇയാൾക്ക് വേണ്ടി. അതെ അതെ അതെ. ഇതുപോലെ തന്നെ ഒരാളിപ്പോ അങ്ങനെ അയാൾ മരിച്ചുപോയി വിചാരിക്കുക, അപ്പൊ മക്കള് ചെയ്യിപ്പിക്കാം. അതെ, അതാണ് ചോദിക്കാൻ പോകുന്നത്. അതായത് ഒരാള് ഇതുപോലെ ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ഒരാളായിരുന്നു, അങ്ങനെ ഒരാളും ആവാലോ, അയാൾ മരണപ്പെട്ടു, പക്ഷെ മക്കൾ വന്നപ്പോ മക്കൾക്ക് നല്ല ശേഷിയും കഴിവൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് ഈ വാപ്പാക്ക് വേണ്ടി, മരിച്ച വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും. അതിൽ 2 വീക്ഷണമുണ്ട്. ഉദാഹരണമായിട്ട് ഷാഫി മദ്ഹബ് പ്രകാരം സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ട് ആ ഫണ്ട് മറ്റൊരാളെ കൊടുത്ത് ഹജ്ജ് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് മാത്രമേ അനന്തരാവകാശം അവകാശികൾക്കിടയിൽ വീതിക്കാൻ പാടുള്ളൂ. ഇതാണ് ഷാഫി മദ്ഹബ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് അയാൾ ജീവിതകാലത്ത് അയാൾ ചെയ്യാതെ അയാൾ ആ പ്രത്യാഘാതം അയാൾ അനുഭവിച്ചോളാം, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ബാധ്യതയോ ഭാരമോ ഇല്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന ആയത്തൊക്കെ വെച്ചിട്ടാണ് അവരുടെ. ഇങ്ങനെ 2 വീക്ഷണമുണ്ട്. അതിലേറ്റവും വാപ്പാൻ്റെ പേരിൽ വാപ്പ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പിതാവിന് ആ വകയിൽ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്പം ആശ്വാസവും രക്ഷയും കിട്ടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതാണ് നല്ലത്. അതിപ്പോ കഴിവുണ്ടായിട്ടുള്ള ആളെ, അതെ അതെ അതെ, കഴിവില്ലാതെ തന്നെ മരണപ്പെട്ടു പോയി, അയാൾക്ക് വേണ്ടി, മരിച്ച വാപ്പാക്ക് വേണ്ടി, ഇപ്പൊ എന്റെ ഉപ്പക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഹജ്ജ് ചെയ്യാമെങ്കിൽ എന്തൊക്കെ അതിനെ സംബന്ധിച്ച് പിന്നെ നേർച്ചയാക്കിയിട്ട് നിർവഹിക്കാൻ പറ്റാതാവുക, ആഗ്രഹിച്ച് കൊതിച്ചിട്ട് പറ്റാതെ മരിച്ചു പോകേണ്ടി വരിക, സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തതിന്റെ പേരിലാകാമല്ലോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റുമോ, മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്യൽ അനുവദനീയമാണ്. നേർച്ച ചെയ്താൽ അത് മക്കൾ ചെയ്താൽ വീടുമെന്നും ഹദീസിൽ കാണാം. അഫഅജു ഇന്ന ഉമ്മി ഉഫ്തുലിത്ത്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഹജ്ജ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ് മരിച്ചു പോയത്. അഹുജ്ജു അൻഹ, ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജ്ജി അൻഹ, നീ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്തോ. നീ അയാൾക്ക് പേരിൽ അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ നീ വീട്ടിയാ വീടൂലേ എന്ന് ചോദിക്കേണ്ട റസൂല്. ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ള, അള്ളാഹുവിന് വീട്ടാനുള്ള കടമാണ് ഏറ്റവും വലിയ. അപ്പോൾ അത് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേർച്ച ചെയ്തതൊക്കെ ആണെങ്കിൽ എന്തായിരുന്നാലും അത് വീട്ടാൻ മക്കൾ ശ്രമിക്കണം. സാമ്പത്തികം അവർക്കുണ്ടെങ്കിലാണ് ഈ പറഞ്ഞത്. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, നിർബന്ധമായിട്ട് അങ്ങനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യൽ അനുവദനീയമാണ്. പക്ഷേ മരിച്ചുപോയവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചിരിക്കലൊക്കെ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണെന്ന് പറയാൻ വയ്യ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആർക്കും വേണ്ടി അങ്ങനെ ഉംറ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ ഇപ്പം സ്ത്രീകളെ കാര്യം എടുത്താൽ, ഹജ്ജിന് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിബന്ധന കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് കൂടെ ഭർത്താവോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഹറാമായിട്ടുള്ള ആളുകളോ കൂടെ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് എല്ലാ സമ്പത്തും അതുപോലെ തന്നെ അവർ യാത്രാ സൗകര്യവും എല്ലാം ഉണ്ട്, ശാരീരിക ശേഷിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന നിബന്ധന ഇല്ല. എന്നാൽ ആ സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമല്ലാതാകുമോ? അതിന് സാധാരണ പറയാ മഹ്റം എന്നാണ്. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടൊന്നുമില്ല, ആരോഗ്യമുണ്ട്, യാത്രയിൽ മറ്റ് പ്രതിബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ കൂടെ പോകാൻ ആണായിട്ട് ഭർത്താവോ
മറ്റ് വിവാഹബന്ധം നിഷിദ്ധമായ പിതാവ്, മക്കൾ, സഹോദരന്മാർ ഇങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ അല്ലേ എന്നുള്ള ഹംബലി മദ്ഹബ് അനുസരിച്ച് ഹജ്ജ് ചെയ്യാൻ അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഹംബലി സൗദി പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ വളരെ കർശനമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ചില പണ്ഡിതന്മാരും ഒക്കെ അതിൽ എല്ലാവർക്കും ആ നിയമം ബാധകമാക്കുകയും മറുവശം പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ പല സ്ത്രീകൾക്കും ഉംറക്ക് പോകാനും ഹജ്ജിന് പോകാനൊക്കെ ഈ വിഷയത്തിൽ ഒരു ഇഷ്കാലുണ്ട്. എല്ലാം റെഡിയായിട്ടും പോകാതെ ഈ ഒരൊറ്റ കാരണത്താൽ. ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് പണ്ട് മുതലേ രണ്ടഭിപ്രായമാണുള്ളത്. താബീയങ്ങളുടെ കാലം മുതൽ, സഹാബിമാരുടെ കാലത്ത്. ഇവിടെ തനിച്ച് ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നതിന് ആരും അനുകൂലമല്ല. അനുകൂലമല്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ എന്തോ വിരോധം കൊണ്ടല്ല, അവളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് മഹറമില്ലാതെ യാത്ര ചെയ്യരുത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മഹറമില്ലാതെ ചെയ്യരുത്. അത് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഏത് യാത്രയാണെങ്കിലും മഹറമില്ലാതെ പാടില്ല എന്ന ഹദീസ് ഉണ്ട്. പക്ഷേ ഈ ഹദീസ് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഹീറ എന്ന് പറഞ്ഞ സ്ഥലം അറിയോ? ഇറാഖിലെ കൂഫയുടെ അടുത്തുള്ള സ്ഥലമാണ്. എന്നാൽ താങ്കൾക്ക് കാണാം, താങ്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് കാണാം, ഹീറയിൽ നിന്ന് ഒരു സ്ത്രീ ഒറ്റക്ക്, മിൻ ഗൈരി ജിവാരി അഹദിൻ, ഒരാളുടെയും സെക്യൂരിറ്റി ഇല്ലാതെ തനിച്ച് വന്ന് മക്കത്ത് വന്ന് കാബ തവാഫ് ചെയ്ത് പോകുന്നത് നിനക്ക് കാണാം. പ്രവചനാണ്. ഈ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫലഖദ് റഅയ്തു ദഈനത തഖ്റുജു മിനൽ ഹീറതി വതതൂഫുൽ കഅബ മിൻ ഗൈരി ജിവാരി അഹദിൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം ഞാൻ കണ്ണോണ്ട് കണ്ടു. ഹീറയിൽ നിന്നൊരു പെണ്ണ് വന്ന് കാബ തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഇമാം ഷാഫിഈയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചു. അപ്പോൾ ഒറ്റക്കൊരു സ്ത്രീ വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്നത് കാണാമെന്ന് പറയുമ്പോൾ അതൊരു പാടില്ലാത്ത കാര്യമാണെങ്കിൽ, ഒരു ഇസ്ലാമിന് ഗുണമുണ്ടാകുന്ന അങ്ങനെ ഒരു പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അക്കാര്യം വ്യക്തമാക്കും. അങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഇസ്ലാമിൽ അത് പാടില്ലാത്ത കാര്യമാണെങ്കിലോ ഹജ്ജ് സഹീഹാവുകയില്ലെങ്കിലോ അക്കാര്യം റസൂൽ പറയും. അപ്പോൾ ഇമാം ഷാഫി ചെയ്ത് ഈ ഹദീസിനെയും പരിഗണിച്ചു ആ ഹദീസിനെയും പരിഗണിച്ചു എന്നുള്ള, അതായത് സ്ത്രീ തനിച്ച് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല, ഹജ്ജിനായാലും ഉംറക്കായാലും ഒന്നിനും പോകാൻ പാടില്ല. അതേപോലെ ഒറ്റക്കൊരു സ്ത്രീ വന്നിട്ട് ഹജ്ജ് ചെയ്ത് പോകുന്നത് കാണാമെന്ന് പറഞ്ഞ് പ്രവചിച്ചു. അത് സഹീഹ് ബുഖാരി തന്നെ കാണാം, പ്രവചനം പുലരുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഒരു സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ ഗുട്ടൻസ്, അതിൻ്റെ ഹിക്മത്ത് എന്താണ്? അതിൻ്റെ ഹിക്മത്ത് സ്ത്രീയുടെ സുരക്ഷിതത്വമാണ്. അപ്പോൾ ഒരു അന്യ സ്ത്രീ ഇങ്ങനെ തനിച്ച് യാത്ര ചെയ്യുക, വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അസുഖം വന്ന്, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട്, അപ്പോൾ ഒക്കെ കൂടെ അവരെ കൈപിടിക്കാനും എഴുന്നേൽപ്പിക്കാനൊക്കെ പറ്റുന്നത് അന്യപുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും സ്വന്തം ഭർത്താവും സഹോദരനും മക്കളും ഒക്കെ ഉപ്പയൊക്കെ ആയിരിക്കുമല്ലോ. ഇത് ഇന്നും പ്രസക്തമായൊരു ഹദീസാണ്. അതേസമയം നല്ല വളണ്ടിയർമാരുണ്ട്. ചില ഗ്രൂപ്പുകളിലൊക്കെ സ്ത്രീകൾ എന്ന വളണ്ടിയർമാരുണ്ടാവും. അങ്ങനെ വളണ്ടിയർമാരുണ്ടാകുമെങ്കിൽ ആ വളണ്ടിയർമാർ ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാനുള്ളതാണ്. പിന്നെ ചിലതിൽ ഡോക്ടർമാരും നഴ്സുമാരും എന്ന് തുടങ്ങി വളരെ വളരെ ഭദ്രമായ ഒരു ടീമിൻ്റെ കൂടെയാണ്, വിശ്വസനീയമായ ടീമിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ അവർക്ക് മഹറമില്ലാതെയും യാത്ര ചെയ്യാം. ഇതാ അമിനത്തിൽ ഫിത്നത്തു, ഫിത്ന ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും മതി എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൽ ശരി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സൗദി ഗവൺമെൻറ് പിന്നെ നിബന്ധന വെച്ചിട്ടില്ല. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പോൾ ഈ അടുത്തായിട്ട് അവർ ആ നിബന്ധന എടുത്തു കളഞ്ഞിട്ടുണ്ട്. പ്രധാനം ഇതിൽ സുരക്ഷയാണ്. അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് നേതൃത്വം കൊടുത്ത് പോയ ആളെന്നുള്ളവർക്ക് പറയാം, മഹറമോ അല്ലെങ്കിൽ അടുത്ത ഇങ്ങനെ പരിചയമുള്ളവരോ ഉണ്ടാവേണ്ടതാണ് എന്ന് നമുക്ക് പോകുമ്പം തോന്നും. കാരണം പലപ്പോഴും തവാഫ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, അറഫയിൽ, മിനയിൽ, പിന്നെ 45 ദിവസം 30 ദിവസമൊക്കെയാണ് അവിടെ കഴിയേണ്ടി വരുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന്
അപ്പോൾ അവരെ കൂടെ മഹറം ഉണ്ടായ ഏറ്റവും നല്ലത് ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതില്ലാതെ ഒരു സുരക്ഷിതമായ ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും പോകാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് തീവ്രമായ നിലപാടാണ്. അങ്ങനെ നിലപാട് പുലർത്തേണ്ടതില്ല. ഇങ്ങപ്പുറത്ത് ഭൂരിഭാഗം ഫുഖഹാക്കളും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ റസൂലിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സഹാബിമാർ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഫത്തുൽ ബാരിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഹജ്ജിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഒരാൾക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ട് ഹജ്ജ് ചെയ്യാൻ, പക്ഷെ അയാൾക്ക് കുറച്ച് കടം കൊടുക്കാനുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് അയാളുടെ മേൽ ബാധ്യതയുണ്ട്. അതായത് ഇദ്ദേഹത്തിന് വേറൊരാൾക്ക് പണം കൊടുക്കാനുണ്ട്, പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ആ സമ്പത്ത് വെച്ചുകൊണ്ട് ഹജ്ജിന് പോകാൻ പാടുണ്ടോ? ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യമാണ്. കടബാധ്യത എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടമുള്ള ഒരാൾ അത് വീട്ടാതെ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ വരെ തുടക്കത്തിലൊന്നും കൂട്ടാക്കിയത് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ ഒഴിവാല. ഷഹീദായി കൊല്ലപ്പെട്ട ഒരാൾക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ലദ്ദൈൻ എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഹജ്ജിന് പോകുന്ന അയാളെ പൈസ എടുത്തിട്ടാണല്ലോ. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാകും എപ്പോഴാണ്? സാമ്പത്തികമായ സ്വയം പര്യാപ്തത ഉണ്ടാകുമ്പോൾ, നിർമ്മിച്ചുണ്ടാകുമ്പോഴാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കടം തരാനുണ്ട്, ഞാനത് തരാതെ നിങ്ങൾക്കാണെങ്കിൽ അവധി എത്തും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് കടം ചോദിക്കേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് ഒരു പക്ഷേ ചോദിക്കുക ശല്യപ്പെടുത്തുക ചെയ്യുന്നുണ്ടായിരിക്കില്ല. കണ്ടറിഞ്ഞ് തന്നോട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾ ആവശ്യക്കാരനുമായിരിക്കും. അവധി എത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ അത് തരാതെ ഹജ്ജിന് പോവുക, അത് ശരിയല്ല. അതുകൊണ്ട് അവധി എത്തിയ കടം, ഇനി അവധി എത്തിയ കടമായാലും പോകുന്നതിന് കുഴപ്പമില്ല. പല കാരണങ്ങൾ കൊണ്ടാ, ന്യായമായ ചില ചെറിയ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റാതെ, ഒന്നുമില്ല നിങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഫണ്ട് കിട്ടാനുണ്ട്, അതിപ്പോൾ ഹജ്ജിനിപ്പം ഇന്ന് പോയാൽ നാളെ മറ്റന്നാളോ കിട്ടും, അങ്ങനെയൊക്കെയുള്ള രൂപത്തിലൊക്കെ നിങ്ങൾ തൃപ്തിയാണ് എങ്കിൽ കടം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഹജ്ജിന് പോണതിന് ഒരു തടസ്സമില്ല. എനിക്ക് കുറേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, കുറേ സ്വത്തുണ്ട് വിൽക്കാൻ, അത് കടം ഞാൻ മരിച്ചു പോയാലും കടം വീട്ടാനുള്ള എല്ലാവിധ സംവിധാനവും ഞാൻ ഏർപ്പെടുത്തിയതിന് ശേഷം കടമുണ്ട് എന്ന ഒരു കാരണം കൊണ്ട് ഹജ്ജിന് പോകാതിരിക്കേണ്ടതില്ല. എന്നാൽ കൊടുത്തു വീട്ടാനുള്ള കടമുണ്ട്, അത് വീട്ടാൻ ഇതല്ലാതെ മാർഗമില്ല, ഉള്ള പൈസ എടുത്തിട്ട് കടം വീട്ടാതെ ഹജ്ജിന് പോകുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. കടം വീട്ടാനുള്ള കടത്തിനാണ് മുൻഗണന അവധി എത്തിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങൾ ചോദിച്ച പോലെ 2 വർഷം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവധി എത്തിയിട്ടില്ല, സാവകാശമുണ്ട്, വീട്ടാനുള്ള വേറെ വകയുണ്ട് എങ്കിൽ ഹജ്ജിന് പോകുന്നതിന് അത് തടസ്സമേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന്റെ പേരിൽ ഹജ്ജ് നിർബന്ധമാണ്. അതെ അതെ, ഇവിടെ ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട്. കടം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഹജ്ജിന് പോകണ്ട. അയാൾക്ക് ഈ കൊല്ലം കടം വാങ്ങിച്ചിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, അടുത്ത കൊല്ലം ആ ബിൽഡിംഗ് ഫർണിഷ് ചെയ്യാൻ വേണ്ടി വീണ്ടും കടം വാങ്ങും. ഖിയാമത്ത് നാളെ ഒരു ഹജ്ജിന്. പിന്നെ വലിയ വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പിന്നെ ഇതുപോലെ നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഇഹ്റാം കെട്ടുന്നുണ്ടല്ലോ. ഇഹ്റാം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന മര്യാദകൾ ഒന്ന് പറയുന്നതായിരിക്കും. ഈ ഇഹ്റാം കെട്ടുക എന്ന് പറയുന്ന ഇപ്പൊ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഇതിങ്ങനെ ഇഹ്റാമിന്റെ വസ്ത്രവും അണിയുന്നതും ഇതിങ്ങനെ കെട്ടുകയും ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിയ്യത്താണ് യഥാർത്ഥത്തിൽ. ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു, ഉംറയിലേക്ക് പ്രവേശിക്കുന്നു, ആ പ്രവേശിക്കുന്നതോടുകൂടി ചില സംഗതി ഹറാമാവുകയാണ്. അതുകൊണ്ടാണ് ഇഹ്റാം എന്ന് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയും നിസ്കാരത്തിന്. അപ്പോൾ നിസ്കാരം തുടങ്ങുന്നതോടുകൂടി പിന്നെ പലതും അനുവദനീയമായ പലതും അനുവദനീയമല്ലാതാവും എന്നതുപോലെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അതിനുള്ള നിയത്ത് ചെയ്ത് ഹജ്ജിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ഉംറയിലേക്ക് പ്രവേശിക്കുക, ഇതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇഹ്റാം ചെയ്യുന്ന ആളുകൾക്ക് പുരുഷന്മാരും സ്ത്രീകളും രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ടതാണ്. നഖം മുറിക്കുക, മുടി വെട്ടുക, സുഗന്ധങ്ങൾ ഉപയോഗിക്കുക, പിന്നെ തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ പുരുഷന്മാർ മാത്രം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, അവർക്ക് പാടില്ലാത്ത കാര്യമാണ് തുന്നിയതും കവർ ചെയ്യുന്നതുമായ വസ്ത്രം അണിയരുത്. അങ്ങനെ പറയാൻ കാരണം, തുന്നിയ വസ്ത്രം അണിയരുത് എന്ന് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പം ചോദിക്കും, ഒരാളുടെ തുണി കീറിയിട്ടുണ്ട്, അത് തുന്നിയിട്ടുണ്ട്, അപ്പോൾ അത് പറ്റുമോ? ബെൽറ്റിൻ്റെ മുകളിൽ ചെറിയ തുന്നുണ്ട്, അത് പറ്റുമോ?
ചെരുപ്പ് ഇപ്പോഴത്തെ ചെരുപ്പുണ്ടല്ലോ, ലെതറിന്റെ ചെരുപ്പൊക്കെ ആണെങ്കിൽ അതിന്മേലൊക്കെ തുന്നുണ്ടാവും, അത് പറ്റുക എന്നൊക്കെ ചോദ്യം വരുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. അൽ മഹീത്തുൽ മുഹീത്ത്, തുന്നിയതും അവയവങ്ങളുടെ ആകൃതിയിൽ തയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത്, അതാണ് പാടില്ലാത്തത്. ഉദാഹരണമായിട്ട് ഒരാൾ അണിയുന്ന വസ്ത്രം 2 കഷ്ണമായിരുന്നു, അത് ഏച്ചു കൂട്ടിയിട്ടാണ് ഇങ്ങനെ അണിയുന്നതെന്ന് വിചാരിക്കുക, അതിന് കുഴപ്പമില്ല. അത് നമ്മൾ കുപ്പായം മുതൽ കവർ ചെയ്യുന്ന രൂപത്തിലാണെങ്കിലോ അത് പറ്റില്ല. ഇനി ഒരു തുന്നുമില്ല, അങ്ങനെ ഒരു ടൈപ്പ് വസ്ത്രമാണ് കവർ ചെയ്യുന്നത്, അതും പറ്റൂല. അപ്പോൾ അടിവസ്ത്രം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മുണ്ട് പുതക്കാനും ഒരു മുണ്ട് ഉടുക്കാനും, അത് ഷൂ പറ്റൂല, സോക്സ് അണിയാൻ പറ്റൂല, അടിവസ്ത്രം അണിയാൻ പറ്റൂല പുരുഷന്മാർക്ക് കേട്ടോ, തല മറക്കാൻ പറ്റൂല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖം മറക്കാൻ പറ്റൂല, കയ്യുറയും മുഖാവരണവും അണിയാൻ, മുഖംമൂടിയും പറ്റില്ല. മാസ്ക് ഉപയോഗിക്കാം. മാസ്ക് 2 രൂപത്തിലുണ്ട്. ഒന്ന് പിന്നെ സ്ത്രീകൾക്കത് പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. കാരണം മുഖം, അതുകൊണ്ട് അതിൽ കൂടുതൽ പ്രബലമായി തോന്നുന്നത് മാസ്ക് 2 വിധമുണ്ട്. ഒന്നിങ്ങനെ പിന്നെ സർജിക്കൽ മാസ്ക് എന്നാണ് പറയാൻ തോന്നുന്നത്, അത് കാണുമ്പോൾ തന്നെ. മറ്റൊന്ന് മുഖത്തിന്റെ ഈ മൂക്കിനൊക്കെ അതേ ആകൃതിയിൽ കപ്പ് പോലുള്ളത്, അത് ഒഴിവാക്കുക. പുരുഷന്മാർക്ക് പിന്നെ അത് പ്രശ്നമല്ല, മാസ്ക് ഉപയോഗിക്കാം. ഇതിലിപ്പോ സാർ പറഞ്ഞു നഖം മുറിക്കുക എന്നുള്ളത് ഒന്ന് പറഞ്ഞല്ലോ, മുമ്പ് പറ്റൂല. അപ്പൊ അതിന് മുമ്പ് അത് ചെയ്യല് നഖം മുറിച്ചിട്ട് വേണ്ട ഇതിലേക്ക്. അതായത് ഈ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് മുടിവെട്ടലും നഖം മുറിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇഹ്റാമിന്റെ മര്യാദകൾ പറയുന്ന കൂട്ടത്തിൽ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം നഖം മുറിക്കലും ഷേവ് ചെയ്യലും മുടിവെട്ടലൊക്കെ. അപ്പൊ ആളുകൾ വിചാരിച്ചത് ഇഹ്റാമിന്റെ സുന്നത്താണ്. ഇഹ്റാമിന്റെ സുന്നത്തല്ല അത്. അതേസമയം അത് അപ്പോൾ ചെയ്യാൻ ശേഷം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഇഹ്റാം കാരിനായിട്ടൊക്കെ ഇഹ്റാം ചെയ്യുന്ന ആളുകൾക്ക് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമല്ലോ ഹജ്ജ്. അപ്പോൾ അത്രയും ദിവസം മുടിവെട്ടാതെ ഇരിക്കുകയും നഖം മുറിക്കാതൊക്കെയൊക്കെ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതേസമയം ഒരാൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പിന്നെ ഇഹ്റാം ചെയ്യുന്ന മീക്കാത്തിലെത്തിയപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും പിന്നെ നഖം മുറിക്കുകയും മുടിവെട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് അതിന്റെ സുന്നത്തിൽപ്പെട്ടല്ലോ, റസൂല് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട അങ്ങനെയല്ല, അതായത് ഇഹ്റാമിന്റെ സുന്നത്തല്ല എന്നർത്ഥം. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ തുന്നിയ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഒന്നും പറ്റില്ല എന്ന്. അപ്പോൾ ഈ ഒരാൾക്ക് ഇപ്പോൾ പണം സൂക്ഷിക്കുവാനും മൊബൈൽ വെക്കുവാനൊക്കെ വേണ്ടിയിട്ട് ഒരു പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ കവർ, അരഞ്ഞാണം, പേഴ്സ്, ബെൽറ്റ്, പിന്നെ ഒരു കീസ്, സഞ്ചി, ഇങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നതിന് ഒരു കുഴപ്പമില്ല. ശരീരത്തില് വസ്ത്രം പോലെയുള്ള അതെ ബനിയന്, ടീഷർട്ട്, പിന്നെ പാൻറ്, അങ്ങനത്തെ രൂപത്തിലുള്ളത് പറ്റൂല. തല മറക്കാൻ എന്നാൽ കുട ചൂടാം, വെയിലിന് തടുക്കാൻ വേണ്ടി കുട ചൂടാം, ഒരു തുണിയെടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കാം. അതേസമയം തലയിൽ ഇങ്ങനെ തലയെക്കെട്ട് കെട്ടിയ പോലെ തൊപ്പി വെച്ച പോലെ പറ്റൂല. ഓക്കെ. അപ്പം അതുപോലെ ഈ പിന്നെ നമ്മളിപ്പോൾ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോഴൊക്കെ ശുദ്ധി ആവശ്യമാണല്ലോ. അപ്പോൾ ഇല്ല, ഹറമിൽ പ്രവേശിക്കുമ്പോൾ ശുദ്ധി ആവശ്യമില്ല. എന്നാൽ നല്ലതാണ് ഒതു കൊടുത്തിട്ട് പള്ളികളിലേക്കും, പള്ളികളിൽ ഏറ്റവും മഹനീയമായ പള്ളി, മഹത്വമാർന്ന പള്ളി മസ്ജിദുൽ ഹറാമാണ്. അപ്പോൾ അത് നല്ലതാണ്, സുന്നത്താണ്, അഭികാമ്യമാണ്. പക്ഷേ ഹജ്ജിലും ഉംറക്കും ഒളു നിർബന്ധമായിട്ടുള്ളത്, ഷർത്തായിട്ടുള്ളത് തവാഫ് മാത്രമല്ലേ? അതായത് പ്രവേശിക്കുന്നതിൽ ഒളു ഇല്ലെങ്കിലും പ്രവേശിക്കാവുന്ന അനുവദനീയമാണ്, കുഴപ്പമില്ല. അതുപോലെ ഈ പിന്നെ ഈ തൽബിയത്ത് ചെല്ലുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉച്ചത്തിൽ ചെല്ലാൻ, അവർ പുരുഷന്മാരെ പോലെ ശബ്ദത്തിൽ ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഹജ്ജിലെ ഈ ഫർളുകളും വാജിബുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അറിയുന്നുണ്ടോ? അതായത് ഹജ്ജിൻ്റെ വിധികൾ വിശദീകരിക്കുമ്പം കാണാം ഹജ്ജിൻ്റെ റുക്നുകളും വാജിബാത്തുകളും. അപ്പോൾ ഈ റുക്നുകൾ എന്ന് പറഞ്ഞാൽ മറന്നുകൊണ്ടോ മനഃപൂർവമോ ഉപേക്ഷിച്ചാൽ ആ ഹജ്ജ് ഇല്ല. റുക്നുകൾ എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യൽ അതിൽ പെട്ടതാ. ഒരാൾ പാൻറ്റും കുപ്പായം ഇട്ടിട്ട് അല്ലെങ്കിൽ മുണ്ടും കുപ്പായം ഇട്ടിട്ട് ഹജ്ജിന് പോയി വിചാരിക്കുക, ഇഹ്റാം ചെയ്തില്ല,
ഇഹ്റാം ചെയ്തിട്ട് പാൻറ് കുപ്പായം ഇട്ടതുകൊണ്ട് എന്താവൂല, റുക്കിന് നഷ്ടപ്പെടും. അപ്പോൾ ഇഹ്റാം ചെയ്തുവല്ലോ. ഒരാൾ ഇഹ്റാം ചെയ്യാതാണ് പോയി എന്നുവെച്ചാൽ അയാൾ മക്കയിൽ കച്ചവടത്തിന് പോയതാണ്, എന്നാൽ ഞാനൊരു ഉംറ ചെയ്യട്ടെ, അത് റുക്കിന് ഇഹ്റാം ചെയ്യാതെ അയാൾ തവാഫ് ചെയ്തു, അതിന് ഉംറ ആയിട്ടോ ഹജ്ജായിട്ടോ പരിഗണിക്കപ്പെടുകയില്ല, ഇഹ്റാം അതിൽപ്പെട്ട. അതുപോലെ തന്നെ അറഫയിൽ നിർത്ത ഉദാഹരണം റുക്കിനാണ്. ഒരാൾ ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് അറഫയിൽ പോയില്ല, അല്ലെങ്കിൽ അറഫയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എങ്കിൽ അയാൾക്ക് ഹജ്ജില്ല. അപ്പോൾ ഇതാണ് വ്യത്യാസം റുക്കിനുകൾ. എന്ന് വെച്ചാൽ റുക്കിന് മനഃപൂർവമോ അല്ലാതെയോ വിട്ടുപോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്താൽ ഹജ്ജ് ബാത്തിലാണ്. ഹജ്ജ് ചെയ്തതായിട്ട് അയാൾ ഹജ്ജ് ചെയ്തതായിട്ടേ പരിഗണിക്കൂല. വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നത് വാജിബിൽപ്പെട്ടതാണ്. ഇഹ്റാം ചെയ്യുക എന്ന് എന്താന്ന് പറഞ്ഞാൽ റുക്കിനാണ്, എവിടുന്ന് ചെയ്താലും മതി. പക്ഷേ മീഖാത്തിൽ നിന്നോ അതിന് മുമ്പോ ചെയ്യാം. അതായത് ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ട് കടക്കാൻ പാടില്ല എന്നാ, അത് വാജിബാണ്. ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അയാൾ പ്രായശ്ചിത്തം ചെയ്താൽ മതി, ഹജ്ജ് അവർക്ക് സ്വീകാര്യമാണ്. ഓക്കെ. അതേപോലെ അപ്പോൾ ഈ അതിൽ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ശുദ്ധി വേണമെന്നുള്ളത്, തവാഫ് ചെയ്യാനൊക്കെ ശുദ്ധി വേണമെന്നാണല്ലോ. ഈ പല അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും, മൂത്രവാർച്ച അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരോട് നമുക്ക് പറയാൻ കഴിയുക? അവർ അസ്വസ്ഥരാണ് പലരും ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ മൂത്രവാർച്ചയുള്ള ആളുകൾ, പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ ചില രോഗങ്ങളൊക്കെ ഉള്ള അലർജിയൊക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ ആകെ ടെൻഷൻ അടിച്ച് അതിൻ്റെ പേരിൽ ഹജ്ജിനും ഉംറക്കും പോകാതെക്കണമല്ലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. മനുഷ്യ പ്രകൃതി ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധികൾ അവതരിപ്പിച്ചത്. റസൂലിൻ്റെ കാലത്തിന് ഖുർആനിൽ തന്നെ കാണാം, തലയിൽ പേനും ചെള്ളും ഒക്കെ ആയിട്ട് ഉള്ള ഇങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മൂർത്തവാച്ചുള്ള ആള് അവർക്ക് അടിവസ്ത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ തടയുന്ന പ്രതിരോധ മാർഗങ്ങളായിട്ടുള്ളതൊക്കെ അയാൾക്ക് ധരിക്കാം. പക്ഷെ അയാൾ എന്ത് ചെയ്യണം? ഈ ഇഹ്റാമിൽ പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ സാധാരണഗതിയിൽ ഇത്, അതിനയാൾ പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3 നോമ്പെടുക്കുക, അല്ലെങ്കിൽ 6 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആടിനെ അറുത്ത് ഹറമിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുക. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് അദ്ദേഹം ചെയ്താൽ മതി. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? എപ്പം വേണമെങ്കിലും ചെയ്യാം, നേരത്തെ അതിൻ്റെ ശേഷവും ചെയ്യാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ആടിനെ അറുത്ത് വിതരണം ചെയ്യുക എന്നത് അയാൾ ചെയ്യണമെന്നില്ല. അതിനുള്ള പൈസ ഇപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ അവിടെ അതിനുള്ള സംവിധാനമുണ്ട്, ആ കൗണ്ടറിൽ ക്യാഷ് അടച്ചാൽ അവരത് ചെയ്തോളും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അയാൾക്ക് ഹജ്ജ് ചെയ്യാം. അത് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ് അതിലെ. അതെ, ഫിദിയ കൊടുക്കുക എന്നതിന് പറയാം. അതുപോലെ ഈ തവാഫിന്റെ എങ്ങനെയാണ് തവാഫിന്റെ രീതി പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. തവാഫിന്റെ രീതി എന്തൊക്കെയാണ്? തവാഫിന്റെ രീതി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ചുറ്റുന്നതായതുകൊണ്ട് അവിടെ എത്തിയിട്ട് അത് തിരിയാത്ത പ്രശ്നം ആളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷേ തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെ മുത്താൻ പറ്റിയാൽ മുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് കൈ മുത്താൻ പറ്റിയാൽ അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന തുടങ്ങുക എന്നുള്ളതാണ്. ചെയ്യുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ കാബ ഇടതുഭാഗത്തായെന്ന രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ കാബക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ നീങ്ങരുത്. അതായത് കാബ ഇതാണെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ നീങ്ങരുത്. മറിച്ച് ഇത് കാബയാണെങ്കിൽ കാബ ഇടതുവശത്താകുന്ന കോലത്തിൽ ഇങ്ങനെ നടക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു ചുറ്റി വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു തവാഫായി. ഇങ്ങനെ 7 തവാഫാണ് അവർ ചെയ്യേണ്ടത്. തവാഫ് ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കണം, അഥവാ ഒലു ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഈ തവാഫിന്റെ ഇനങ്ങളും നിബന്ധനകളും, തവാഫ് ഏതൊക്കെ ഇനങ്ങൾ നമ്മളിപ്പോൾ ഈ ഹജ്ജിൽ തന്നെ തവാഫിന്റെ ഇനങ്ങളും അതുപോലെ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? തവാഫ് ഹജ്ജിന്റെ തവാഫ് എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ഹജ്ജ് തന്നെ 3 രൂപത്തിലാണ്. ഹജ്ജിന് മാത്രമായിട്ട് പോവുക, നെയ്യത്ത് വെക്കുന്നതിന് അങ്ങനെയാണ്. ഹജ്ജ് മാത്രം, അതായത് പല പ്രാവശ്യം ഹജ്ജ് ചെയ്തവരും മക്കയിൽ തന്നെ താമസിക്കുന്നവരും അവരൊക്കെ ഹജ്ജ് മാത്രം ഉദ്ദേശിച്ച് പോകുന്നവരായിരിക്കും.
അവരെ സംബന്ധിച്ചിടത്തോളം ചെല്ലുന്ന ഹജ്ജ് ആദ്യം തന്നെ തവാഫുൽ ഖുദൂം എന്നതിന് പറയാം, ആഗമന തവാഫ്. അതുപോലെ തന്നെ ഉംറയും ഹജ്ജും ഉദ്ദേശിച്ച് പോകുന്ന ആളുകളുണ്ട്, രണ്ടും കൂടെ ഒന്നിച്ച് അതെ, ഒരുമിച്ച് ചെയ്യുന്ന. അവരെ സംബന്ധിച്ചിടത്തോളവും അതിനെന്താ പറയുക, തവാഫുൽ ഖുദൂം, തവാഫ് സിയാറ എന്നൊക്കെ പറയും. ഇനി ഉംറ ചെയ്ത് സാധാരണഗതിയിൽ തഹല്ലുലാകുക എന്ന് അതിന് പറയാം. ഒഴിവായതിന് ശേഷം ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ അവിടെ തന്നെ താമസിച്ചിട്ടേ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ മക്കയിൽ വെച്ച് തന്നെ എന്താക്കുക, വീണ്ടും ഹജ്ജിന് മാത്രമായിട്ട് ഇഹ്റാം ചെയ്യുക. അപ്പോൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഇടയിൽ ഒരു ഗ്യാപ്പ് കുറച്ച് ദിവസം വെച്ചിട്ട് തന്നെയാണ് താമസിക്കുന്ന സ്ഥലത്ത് വെച്ച്. അതിനാണ് മുത്തമത്തി ആയിട്ട് ഹജ്ജ് ചെയ്യുന്നത്, തമത്തു എന്നാ പറയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യുന്ന തവാഫ് ഉംറയുടെ തവാഫാണ്. അപ്പോൾ തവാഫുൽ ഖുദൂം അഥവാ ചെന്ന ഉടനെ ചെയ്യുന്ന തവാഫ്, ഇത് ഹജ്ജിൻ്റെ റുക്കനായ തവാഫ് അല്ല. ഹജ്ജിൻ്റെ റുക്കനായ തവാഫ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നൃത്തം കഴിഞ്ഞ് മുസ്ദലിഫയിൽ അന്ന് രാത്രി താമസിച്ച് മിനയിൽ വന്ന് ജംറത്തുൽ അഖബക്ക് കല്ലെറിഞ്ഞതിന് ശേഷമുള്ള തവാഫാണ്. അതിനാണ് തവാഫുൽ ഇഫാല എന്ന് പറയുന്നത്. ഇത് നിർബന്ധമാണ്, റുക്കനാണ്. രണ്ടാമത്തെ തവാഫായല്ലോ. മൂന്നാമത്തെ തവാഫ് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഒരാൾ മക്കയോട് വിട വാങ്ങുക, നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അവസാനമായി ചെയ്യേണ്ട കർമ്മം തവാഫാണ്. തവാഫുൽ വദാ, വിടവാങ്ങൽ തവാഫ്. ഇങ്ങനെ 3 തവാഫുകളാണുള്ളത്. അതിലൊരു തവാഫ് അഥവാ തവാഫുൽ ഇഫാല റുക്കനാണ്. ഈ തവാഫുൽ ഇഫ്കാല റുക്കനാണെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ചെയ്തിട്ട് കൂട്ടൂല. പക്ഷെ അതിൽ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് ഇളവുണ്ട്. അവർക്ക് തവാഫുൽ ഇഫാലക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അവർക്ക് മെൻസസ് ആണ്, ആർത്തവാണെന്ന് വിചാരിക്കുക. എങ്കിൽ അവർ തവാഫുൽ ഇഫാലയും തവാഫുൽ വദാവും കൂടി ഒന്ന് ചെയ്താൽ മതി, അവസാനത്തെ തവാഫ് ചെയ്താൽ മതി. ആ സമയത്തും അവർക്ക് അതിൽ നിന്ന് മുക്തമാണ്. ആ സമയത്ത് അവർ അശുദ്ധിയാണ്, യാത്ര റെഡിയാവും ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, കൂടെ ഉള്ളവരൊക്കെ മടങ്ങിപ്പോരുന്ന അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആ ആർത്തവത്തോടു കൂടി സേഫായ പേടൊക്കെ ധരിച്ച് നിർബന്ധിത സാഹചര്യത്തിൻ്റെ ഇളവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരങ്ങനെ തവാഫ് ചെയ്താൽ മതിയാകും. തവാഫില്ലാതെ ഹജ്ജില്ല. ഇല്ല. അതെ അതെ അതെ. മറ്റൊന്ന്, തവാഫുൽ ഇഫാല ചെയ്ത ഒരു സ്ത്രീ തവാഫുൽ വദാ ചെയ്യേണ്ട സമയമാകുമ്പം ആർത്തവകാരിയായി നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് മതി. എന്നുവെച്ചാൽ ആർത്തവകാരികളെ സംബന്ധിച്ചിടത്തോളം അഥവാ തവാഫുൽ വദാ ചെയ്യേണ്ട സമയത്ത് ആർത്തവം ഉണ്ടായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവാഫുൽ വദാ നിർബന്ധമല്ല. ആ തവാഫുൽ വദാ ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ അവർ വാജിബാണ്. പക്ഷേ ആർത്തവം ഉണ്ടായതിൻ്റെ പേരിൽ ഒഴിവാക്കുന്ന സ്ത്രീകൾക്ക് യാതൊരു പ്രായശ്ചിത്തവും നൽകേണ്ടതുമില്ല. ഹജ്ജിന് കോട്ടം തട്ടാതെ അങ്ങനെ ബാധിക്കില്ല. ഈ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് തവാഫ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നിച്ചാവുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അതായത് ഭാര്യാഭർത്താക്കന്മാർ, സഹോദരന്മാർ, ഉമ്മ മക്കളൊക്കെ പോകുമ്പോൾ കയ്യും പിടിച്ചിട്ടും പിന്നെ താങ്ങി പിടിച്ചിട്ടൊക്കെ പോണവരുണ്ടാവും. അപ്പം അതിനൊന്നും ശറയ്യായിട്ട് ഒരു വിലക്കുമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് തവാഫിൽ ഒളു നിർബന്ധമാണല്ലോ. പക്ഷെ അവർക്ക് ഇതറിയാം, പ്രായോഗികമായി ചിന്തിച്ചതുകൊണ്ട് അവരെന്ത് പറയാണ്, തവാഫ് ചെയ്യുമ്പോൾ ഒളു മുറിയിലാന്നാ. അപ്പോൾ നമ്മൾ ഹനഫി മദ്ഹബ് ആകുക എന്ന് അവർ പറയല. അതിപ്പോൾ അങ്ങനെ പറയണമെന്ന് നോക്കണ്ട, സംഗതി അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അവിടെ അങ്ങനെ തന്നെ നടക്കുള്ളൂ. അതെ. അപ്പൊ സ്ത്രീകളെ തൊട്ട് അവിടെ അറിയാതെ തൊട്ട് പോയി അങ്ങനത്തിലൊന്നും ഒന്നും അറിയാതല്ല, അറിഞ്ഞോണ്ട് തൊട്ടാലും പ്രശ്നമല്ല എന്നാണ്. ഒന്നും അറിയില്ല. അതുപോലെ തന്നെ തവാഫ് ചില ആളുകൾക്ക് കഴിയാത്ത, നടന്നു പോകാൻ കഴിയാത്ത ആളുകൾക്ക് വാഹനത്തിൽ കയറി 2 രൂപത്തിലാണ് കാണാം. ഒന്ന്, ഇപ്പോൾ ഹറമിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വീൽ ചെയർ ഉണ്ട്. ഒരാൾ ഉന്തി കൊടുക്കുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. പിന്നെ അവരെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന, ഏറ്റിക്കൊണ്ട് നടക്കുന്ന സംവിധാനമുണ്ട്. പിന്നെ വാഹനമുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തല്ല, മുകളിലെ നിലയിൽ പിന്നെ ഈ ഇലക്ട്രിക്കൽ കാറ് പോലത്തെ അതിലിങ്ങനെ ഇരുന്ന് കൊടുത്താലും മതി. അതൊക്കെ അനുവദനീയമാണ്. വേറൊരു കാര്യം, നമുക്ക് ഹജ്ജിന്റെ സമയത്ത് നമുക്ക് ഒരു അസുഖം വന്നു, അത് പകർച്ചവ്യാധി കൂടിയാണ് എങ്കിൽ ആ മനുഷ്യന് എന്താ ചെയ്യേണ്ടത്? അത് ഹജ്ജിന് പൂർത്തിയാക്കാനുള്ള അവസാന സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഈ പകർച്ചവ്യാധിയാണെന്ന് മനസ്സിലായത്. അദ്ദേഹം അറഫയിൽ നൃത്തം, ഹജ്ജിന്റെ റുക്ന് ഇഹ്റാം ചെയ്തെന്നുള്ള ഓൾറെഡി ഉണ്ടാവും. പിന്നെ തവാഫ്, സഅയ്, അറഫയിലെ നൃത്തം,
ഈ സംഗതികളൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ മുടി മുറിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, അല്പം മുറിച്ചാലും മതി അങ്ങനെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള മിനയിലും മുസ്ദലിഫയിലും ഉള്ളതും പിന്നെ ജംറക്കല്ലറി അതിനൊക്കെ അയാൾ പ്രായശ്ചിത്തം ചെയ്താൽ മതി. ഇനി അയാൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ലേ മക്കളോ ആരെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഈ റുക്നുകൾ അയാൾക്ക് നിർവഹിക്കാൻ പറ്റിയില്ല നോക്കുക. പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെ ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജ് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വെക്കലേ നിവൃത്തിയുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞ റുക്നുകൾ ചെയ്യാൻ കഴിയാതെ പോയാലല്ലേ. പിന്നെ അറഫയിൽ നിന്ന ഒരാൾ അവർക്ക് വേണ്ടി മറ്റേതൊക്കെ സഅയും തവാഫും ഒക്കെ വേറൊരാൾ അദ്ദേഹത്തിന് വേണ്ടി നിയത്ത് ചെയ്താൽ മതി എന്നൊക്കെ ചില ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ആയിപ്പോയി എന്നൊക്കെ അവർ രക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്താൽ ഈ വീക്ഷണം അനുസരിച്ച് അത് മതിയാകും. പക്ഷെ അത് എല്ലാ ഫുഖഹാക്കളും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു രേഖയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോ ഇല്ലാത്തത് കൊണ്ട് നമസ്കാരം പോലെയാണ് തവാഫ്. അത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്താൽ സ്വീകാര്യമാവുകയില്ല. അത് അവനവൻ തന്നെ ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിസ്കരിക്കേണ്ടില്ലല്ലോ എന്നതുപോലെ അങ്ങനെയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. ഇതുപോലെ ഈ സഫ മർവക്കിടയിലെ ഓട്ടം, അതില് ഒരാൾ സഫ മർവക്കിടയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓട്ടമല്ല, കുറച്ച് സ്ഥലങ്ങളിൽ ധൃതിയിൽ നടക്കുന്നു. അപ്പൊ ആ സഹി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമസ്കാരത്തിന് അവിടെ റെഡിയാവുന്നത്. നമസ്കാരം തുടങ്ങി. അത് അവിടെ വെച്ച് സഹി നിർത്തിയിട്ട് നമസ്കരിക്കുകയും അതിനുശേഷം അത് തുടരുകയും അവിടുന്ന് തുടർന്നാൽ മതിയോ? തവാഫിലും സഅയിലും ഒക്കെ അത് പറ്റും, ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ തവാഫിലാണ് നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നതെങ്കിൽ എവിടെയാണോ എത്തിയത് അവിടെ വെച്ച് തവാഫ് നിർത്തിയിട്ട് നമസ്കാരത്തിൽ കൂടുക വേണ്ടത്. അഥവാ പോലീസ് അവിടെ അതിനെ നിയന്ത്രിക്കാനുണ്ടാവും. സഅയിലാണ് ഇവനാൾ പോലീസൊന്നും ഉണ്ടാവില്ല. സഅയിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് വിചാരിച്ചിട്ടോ സൈഡായി എന്ന് വിചാരിച്ചാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് ആ സമയത്ത് നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുകൊണ്ടാൽ ബാക്കി പൂർത്തിയാക്കുകയും ചെയ്താൽ മതി. ബാക്കി അവിടെ നിന്ന് പൂർത്തിയാക്കിയാൽ മതി. ആദ്യം മുതൽ തുടങ്ങേണ്ടത് വേണ്ട. ഈ അറഫയിൽ നിൽക്കുന്ന ഏറ്റവും ഉചിതമായ സമയം എപ്പോഴാണ് അറഫയിലേക്ക് എത്തുന്നത്? അതിൽ ഉചിതമായ സമയമല്ല, വാജിബായ സമയമാണ്. അറഫയിൽ നൃത്തത്തിന്റെ ടൈം തുടങ്ങുന്നത് ദുൽഹജ്ജ് 9 ലോഹറോട് കൂടിയാണ്. ലോഹർ നമസ്കരിച്ച് അറഫയിൽ വെച്ച് എത്തിക്കഴിഞ്ഞ ഹാജിമാർ ലോഹർ 2 റക്അത്തും ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ട് പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അസർ 2 റക്അത്ത്, ഇങ്ങനെ ജമ്മും ഖസറുമായിട്ടാണ് അറഫ ദിനത്തിൻ്റെ അന്ന് ലോഹറും അസറും ഹാജിമാർ നിസ്കരിക്കുക. ഏത് സമയത്ത്? ലോഹറിൻ്റെ സമയത്ത്. അതിൻ്റെ ശേഷമാണ് അറഫയിൽ നൃത്തം ആരംഭിക്കുന്നത്. പക്ഷെ അതിൻ്റെ നേരത്തെ അതിന് മുമ്പേ ആളുകളൊക്കെ അറഫയിൽ എത്തും. ഇനി എത്തിയിട്ടില്ലെങ്കിലാ പറയുന്നത്. ആ നൃത്തം ലോഹറിൻ്റെ ശേഷം ആരംഭിച്ച് മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്, അഥവാ മഗ്രിബാൻ കൊടുക്കുന്നത് വരെയാണ് അതിൻ്റെ ടൈം. ഇത് വാജിബാണ്. എന്നുവെച്ചാൽ അതിൻ്റെ മുമ്പ് അവർ പോകരുത്. എന്നാൽ റുക്ന് എന്ന് പറഞ്ഞാൽ അറഫയിലൂടെ ഒന്ന് നടക്കാൻ പറ്റിയാൽ മതി. ആ റുക്ന് പൂർത്തിയായി. രോഗികളൊക്കെ ആണെങ്കിൽ ആംബുലൻസിലൊക്കെ ഒന്ന് പോയി ആ അറഫയിൽ ഒരല്പനേരം ഒന്ന് അവിടെ തങ്ങിയിട്ട് മടങ്ങി പോന്നാലും റുക്ന് പൂർത്തിയായി. അതിന്റെ ഉത്തമമായ രൂപമാണ് നേരത്തെ. അതെ, വാജിബാണ്. ലോഹറിന്റെ ശേഷം ആരംഭിച്ച് സൂര്യാസ്തമയത്തോടു കൂടി അവസാനിക്കുന്നതാണ് അറഫയിൽ നിൽക്കാനുള്ള സമയം എന്ന് പറയുന്നത്. മുസ്ദലിഫയിലെ നൃത്തത്തെ കുറിച്ചും, മുസ്ദലിഫയിലെ നാപ്പാർക്ക് എന്ന് പറഞ്ഞാൽ അറഫ അന്ന് മഗ്രിബോട് കൂടി കഴിയുമല്ലോ. അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ അറഫയുടെയും മിനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അന്ന് രാത്രി അവിടെ രാപ്പാർക്ക എന്നത് ഹാജിമാർക്ക് വാജിബാണ്. അതിൽ സ്ത്രീകൾ, രോഗികൾ, അവരുടെ കൂടെ അവരെ പരിചരിക്കുന്ന ആളുകൾ, അവർക്ക് അന്ന് അവിടെ രാപ്പാർക്കൽ നിർബന്ധമില്ല. അവർക്ക് ഇളവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അവർക്ക് രാത്രി തന്നെ വന്ന് അഖബക്ക് കല്ലെറിയാമെന്നർത്ഥം. ഈ ജംറയിൽ കല്ലെറിയൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജംറയിൽ കല്ലെറിയാൻ ഈ കല്ലുകൾ ശേഖരിക്കേണ്ടത് എവിടെ നിന്നാണ്? അതേപോലെ ദുൽഹജ്ജ് 10 അന്ന് ഒരു ജംറക്കാരിയാണ് 3 ജംറകളുള്ളതിൽ. അതിനുള്ള കല്ല് മുസ്ദലിഫയിൽ നിന്നാണ് പെറുക്കേണ്ടത്. മുസ്ദലിഫയിൽ ടെൻ്റൊന്നും ഉണ്ടാവില്ല, സാധാരണ ഓപ്പൺ ഏരിയയാണ്. അവിടെ ഇഷ്ടം പോലെ കല്ലുകൾ പെറുക്കാൻ കഴിയും. 7 കല്ലേ പെറുക്കേണ്ടേ ഉള്ളൂ. അത് ഏത് രീതിയിലുള്ള കല്ലുകളാണ്? അത് ഒരു കടലമനിയുടെയും ഒരു നെല്ലിക്കയുടെയും ഇടയിലുള്ള എണ്ണം 7. ഏതെല്ലാം ദിവസങ്ങളിലാണ് ഈ കല്ലുകൾ എറിയേണ്ടത് ജംറയിലെ കല്ല്? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ദുൽഹജ്ജ് 10 അന്ന് മുസ്ദലിഫയിൽ നിന്ന് രാവിലെ പുറപ്പെടും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പുറപ്പെട്ട് നേരെ മിനയിലേക്ക് വന്ന് 3 ജംറ ഉണ്ട്. അതിൽ കാബയോടടുത്ത് നിൽക്കുന്ന ജംറക്കാണ് ജംറത്തുൽ അഖബ എന്ന് പറയാം. അതിന് 7 കല്ലുകൾ എറിയുകയും
അത് കഴിഞ്ഞിട്ടാണ് ബലിയെറുക്കലും മുടിവെട്ടലും പിന്നെ തവാഫുൽ ഇഫാദ ചെയ്യലും സഅയ് ചെയ്യലും. അപ്പോൾ 1 ദുൽഹജ്ജ് 10-ന്റെ അന്ന് ആണ് രാവിലെ. ഈ രാവിലെയും പകലൊക്കെ ഏത് സമയത്തും അറിയാം. കഴിയാത്ത രാവിലെ ഒരാൾ എറിയാതെ അയാൾക്ക് രാത്രിയാണ് എറിയാൻ പറ്റിയ രാത്രിയും എറിയാം. മനസ്സിലായില്ലേ? അതേസമയം 11, 12, 13 ഈ 3 ദിവസങ്ങളിൽ 2 ദിവസം എറിഞ്ഞാലും മതി. അപ്പോൾ അവരെറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞത് ഉച്ചൻ്റെ ശേഷമാണ്, അതായത് ലോഹറിൻ്റെ ശേഷമാണ്. ഇനി ലോഹറിൻ്റെ മുമ്പ് എറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സ്വീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തമം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ലോഹറിൻ്റെ ശേഷം 11, 12, 13 ദിവസങ്ങളിൽ എറിയുക എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ തന്നെ ഫമൻ തഅജ്ജല ഫീ യൗമിനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. 2 ദിവസം കൊണ്ട് എറിഞ്ഞ് തീർത്ത ഒരാൾ അപ്പോൾ 3 ജംറക്കും എറിയണം. 21, 21 ഒരു ജംറക്ക് 7, ജംറത്തുൽ വുസ്തക്ക് മധ്യത്തിലുള്ളതിന് 7, ജംറത്തുൽ അഖബക്ക് 7. അപ്പോൾ എത്രയായി? 3, 7, 21. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ എറിയുക. അപ്പോൾ 2 ദിവസം എറിഞ്ഞു. 3-ാമത്തെ ദിവസം എറിയണ്ട, പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചാൽ പിരിഞ്ഞു പോകാം. പക്ഷേ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്താക്കണം? മിന വിട്ടിരിക്കണം. അപ്പം അതുപോലെ തന്നെ ഈ കല്ല് എറിയാനേ ഇപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, എറിയാൻ പോകാൻ പ്രയാസം ഉണ്ടായ ഒരാൾക്ക് വേറൊരാൾ അത് ഏൽപ്പിക്കാൻ പറ്റുമോ? അതെ, വേറൊരാളെ ഏൽപ്പിച്ചാൽ ഇപ്പോൾ ഹാജിമാരെ തന്നെ ഏൽപ്പിക്കാം. ഇപ്പോൾ നമ്മൾ 2 ഹജ്ജിന് പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കാം. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി എറിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആദ്യം എറിഞ്ഞതിന് ശേഷം 7 കല്ലെടുത്ത് എനിക്ക് വേണ്ടി എറിയാം. ബലികർമ്മത്തെ കുറിച്ച് ഒരു കാര്യം ചോദിക്കണം. ബലികർമ്മം ഇപ്പോൾ ഹജ്ജിലെ നിർബന്ധമായ കർമ്മമാണല്ലോ. അത് ഇല്ലാതെ ചില ആളുകൾ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു? അതായത് ഹജ്ജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 രൂപമാണല്ലോ. ഒന്ന് ഹജ്ജ് മാത്രം ചെയ്യുക, അതിന് ഇഫ്രാദ് എന്നാ പറയാം. ഇഫ്രാദിന് ബലി അറക്കൽ എന്തില്ല, ഹജ്ജിന്റെ ഭാഗമായി നിർബന്ധമായിട്ടില്ല. ഇഷ്ടംപോലെ ഹജ്ജ് ചെയ്യുന്ന ഒരാളാണ്, എല്ലാ വർഷവും ഹജ്ജിന് പോണ ഒരാളാണ്, അല്ലെങ്കിൽ മക്കയിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് അതിന് ഇഷ്ടംപോലെ അവസരം കിട്ടിയ ഒരാളാണ്. അവർ ഹജ്ജ് മാത്രം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ബലി ഇറക്കേണ്ടതില്ല. എന്നാൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് ഇഹ്റാം ചെയ്യണം, കാരിനായിട്ട് ചെയ്യുന്നവരാണ്. ഇവർക്ക് വലിയ നിർബന്ധമാണ്, വാജിബാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഉംറ ചെയ്ത് തഹല്ലുലായതിന് ശേഷം പിന്നെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം വീണ്ടും മക്കയിൽ വെച്ച് താമസ സ്ഥലത്ത് വെച്ച് ഇഹ്റാം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഹജ്ജ്, ഇവർക്ക് എന്ത് ചെയ്യണം? ബലിയർക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തനിച്ച് ഹജ്ജ് മാത്രമായി ചെയ്യുന്നവർക്ക് ബലിയറുക്കൽ നിർബന്ധമില്ലെങ്കിലും അവർക്കും ബലി അറുക്കുന്നത് സുന്നത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകത്തെയാണ് അർത്ഥം. ചില ആളുകൾ ബലിക്ക് ലാഭം കിട്ടാൻ വേണ്ടി ഇഫ്രാദ് തിരഞ്ഞെടുക്കണമല്ലോ. ബലി അതായത് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക, എന്നിട്ടൊരു ഒരു 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 4000, 5000 അല്ലെങ്കിൽ 400 റിയാലിൻ്റെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ബലി അറക്കാതെ അങ്ങനത്തെ പിശുക്കത്തരം ഇതിൽ കാണിക്കേണ്ടതില്ല. എല്ലാവരും ബലിയർക്കുക. 2 കൂട്ടർ ബലിയർക്കാൻ നിർബന്ധമാണ്. ഹജ്ജ് മാത്രം ചെയ്യുന്നവരും ബലി അറക്കുന്നത് അവർക്ക് പുണ്യമാണ്, അഭികാമ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണല്ലോ ഏറ്റവും അഫ്ദൽ, 100 ഒട്ടകത്തേണ് അർത്ഥം. അപ്പോഴാണ് അതിനോടാണ് നമ്മൾ കൊണ്ടുപോയത്. അതെ. അതുപോലെ ഈ ഹജ്ജിലെ വാജിബായ ഒരു കാര്യമാണല്ലോ മുടി മുറിക്കുക എന്നുള്ളത്. അത് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എങ്ങനെയാണ് അവർ മുടി മുറിക്കുക? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയുടെ തലപ്പത്തുനിന്ന് ഒരല്പം ഒരു വിരലിൻ്റെ 1 ഇഞ്ച് വലുപ്പത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് മുടി മുറിച്ചാൽ മതി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല മുടി മുഴുവൻ കളയുക അല്ലെങ്കിൽ മുടി മുഴുവൻ വടിക്കുക, അല്ലാതെ കുറച്ച് ഭാഗം എടുത്ത് ഇങ്ങനെ വെട്ടുകയല്ല. അത് സ്ത്രീകൾക്കാണ് മുഴുവനായിട്ട്. നിങ്ങൾ ഹൽഖുർ റഅ്സ് എന്ന് പറഞ്ഞാൽ മുടി തലമുടി കളയുക, മുടി കളയുക എന്ന് നമ്മൾ പറയും. ഒരു ഭാഗത്തു നിന്ന് മാത്രം കുറച്ചെടുത്തിട്ട് വെട്ടണേനല്ല, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് വടിക്കുക. അപ്പോൾ ഒരാള് അതിൽ വടിക്കുന്നവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ടും വെട്ടിയെന്ന ആളുകൾക്ക് വേണ്ടി 1 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിലൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്നതിൽ പൂർണ്ണമായിട്ടും കഷണ്ടിയുള്ളൊരു വ്യക്തിയാണ്. അയാളെ എന്താണ് ചെയ്യേണ്ടത്? അയാള് ഒരു പേരിന് നമ്മൾ സോക്സ് തടവുക എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ആ
ഫറദ് വാജിബ് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി കഷണ്ടിയുടെ മുകളിൽ കൂടി ബ്ലേഡ് ഒന്ന് ഓടിക്കുക. അതെ, എന്നാലും അത് ചെയ്യണം. അതെ. അപ്പോൾ അതതിൻ്റെ ഒരു കർമ്മ ആയതുകൊണ്ടേ. ഓക്കെ, നമ്മൾ പറഞ്ഞ റുക്കനുകളിൽ ഏതായിരുന്നാലും റുക്കനുകൾ ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഹജ്ജ് ഇല്ല, പിന്നെ ഹജ്ജ് മാറ്റി വേറൊരു ഹജ്ജ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. നേരത്തെ പറഞ്ഞത് സ്ത്രീകളുടെ കാര്യത്തിലും അതങ്ങനെ തന്നെ. വ്യത്യാസമില്ല റുക്കനുകളുടെ വിഷയം. സ്ത്രീകൾക്ക് അശുദ്ധമായ സമയത്താണെങ്കിലും അവര് എങ്ങനെ ആ ശുദ്ധിയോട് കൂടി തന്നെയെങ്കിലും ആ തവാഫ് ചെയ്യാം. അപ്പൊ അറഫയിൽ നിൽക്കുകയാണെങ്കിലും അറഫയിൽ നിൽക്കുന്നതിന് അശുദ്ധി പ്രശ്നമില്ല. അതെ, ഈ തവാഫിന്റെ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു യാത്രയിൽ എത്ര ഉംറ, ഇപ്പൊ ഹജ്ജ് പോകുമ്പോൾ എത്ര ഉംറയാണ് ഒരു യാത്രയിൽ ചെയ്യാൻ കഴിയുക? എത്ര ഉംറയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഉംറ ചെയ്തിട്ടുണ്ട്. ജീവിതകാലത്ത് 4 ഉംറയാണ് ചെയ്തത്. ഒരു യാത്രയിൽ ഒരു ഉംറ എന്നതാണ് റസൂലിൻ്റെ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചെന്നാണ് ഏറ്റവും ഉത്തമമായ മാതൃക. അപ്പോൾ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഉംറ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വേറൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്തിട്ടില്ല. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണം വരെ എല്ലാ അർത്ഥത്തിലും സഹായിച്ച താങ്ങും തണലുമായ പ്രിയ പത്നിയാണ്. അവർക്ക് വേണ്ടിയോ നബിയുടെ പിതൃവൻ ഹംസ റളിയല്ലാഹു അൻഹു നബിയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ആയിരുന്നു, അദ്ദേഹത്തിന് വേണ്ടിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുണ്ട് അവർക്ക് വേണ്ടിയോ ഇവതൊന്നും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിച്ചിട്ടില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ ഉംറക്ക് പോയാൽ 5-10 ദിവസം അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ഉംറ ചെയ്യും, അയാൾക്ക് വേണ്ടി 2-3 ഉംറ ചെയ്യും. പിന്നെ അയാളുടെ ഉപ്പാക്ക്, വെല്ലിപ്പാക്ക്, ഉമ്മാക്ക്, വെല്ലിമ്മാക്ക്, ജ്യേഷ്ഠന്, അനുജന്, പഞ്ചായത്ത് പ്രസിഡന്റിന്, വാർഡ് മെമ്പർക്ക് തുടങ്ങി ഇങ്ങനെ അതൊരു പ്രഹസനമാണ്. അങ്ങനെ ഒരു സിസ്റ്റമല്ല. എന്നാൽ ഇത് ഹറാമൊന്നല്ലേനും. ഉദാഹരണമായിട്ട് പള്ളിയിൽ ഒരാൾ കയറി ഉടനെ താഹയ്യത്ത് നിസ്കരിക്കണ്ടേ? അത് സുന്നത്തല്ലേ? അപ്പോൾ ഒരാൾ പള്ളിയിൽ കയറി താഹയ്യത്ത് നിസ്കരിച്ചു. പിന്നെ പുറത്തിറങ്ങി പോകുമ്പോഴാണ് എന്താക്കേണ്ടത്? പള്ളിയിൽ രണ്ടാമതും പുറത്തൊക്കെ പോയിട്ട് എന്നിട്ട് കയറുമ്പോൾ വീണ്ടും സുന്നത്ത് നിസ്കരിച്ച് സുന്നത്താണ്. എന്നാൽ ഇയാൾ ഈ തഹിയ്യത്ത് നിസ്കരിക്കാൻ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ പള്ളിയിൽ കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചുറ്റി നടന്ന് വീണ്ടും കയറിയിട്ട് 2 റക്അത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്തിറങ്ങി. അതൊക്കെ ഒരു തരം ഒരു റസൂൽ പഠിപ്പിക്കാത്തൊരു പരിപാടിയാണ്. എന്നാൽ ഒരാൾ ഇവിടുന്ന് ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയിട്ട് പോയി ഒരു ഉംറ ചെയ്ത്, അപ്പോൾ അയാൾക്ക് തന്നെ തോന്നും ഒന്നുകൂടി ചെയ്യണം. അങ്ങനെ തോന്നിയാൽ അതൊരു ന്യായമായ ഒരു ആഗ്രഹമാണ്. ഇത്രയും ദൂരത്ത് നിന്ന് ഇത്രയും മെനക്കെട്ടൊക്കെ പോകുമ്പോൾ ഒരു ഉംറയും കൂടി ചെയ്യാനൊരാഗ്രഹം ഒരാൾക്കുണ്ടായാൽ അതിന് കുഴപ്പമൊന്നുമില്ല, അത് അനുവദനീയമാണ്. നമ്മൾ ഹറാമാണെന്നതിനെ പറ്റി പറയുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാം. ഇനി സ്വന്തം ഉപ്പാക്കോ ഉമ്മാക്കോ ഒക്കെ വേണ്ടി ഉംറ ചെയ്യുകയാണെങ്കിലും ചെയ്യാം. നമ്മൾ റസൂലിൻ്റെ സുന്നത്ത് അതൊന്നല്ല എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നതിന് എന്തില്ല? തടസ്സമില്ല, വിലക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ ഉംറ ചെയ്യാൻ പറ്റിയില്ല, ആർത്തവായതുകൊണ്ട്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകാൻ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി, സങ്കടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഉംറയും കിട്ടി ഹജ്ജും കിട്ടി, എനിക്ക് ഉംറ കിട്ടിയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഈ ആർത്തവം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു എല്ലാ സ്ത്രീകൾക്കും വെച്ച ഒരു പ്രകൃതിപരമായ നിയമമാണ്. അപ്പം അതിൻ്റെ പേരിലൊന്നും ഇനി എനിക്കങ്ങനെ ഉംറ ചെയ്യണം നിർബന്ധങ്ങൾ അങ്ങനെ ചെയ്യാം. എൻ്റെ ആയിഷയുടെ ആങ്ങളുണ്ട് അബ്ദുറഹ്മാൻ, അവരോട് തനഈം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യാനും എന്നിട്ട് ഒരു ഉംറ നിർവഹിക്കാനും റസൂൽ കൽപ്പിച്ചു. കൂടെ പോകാൻ ആരെ ഏൽപ്പിച്ചു? ആയിഷയുടെ ആങ്ങള അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിനെ ഏൽപ്പിച്ചു. അദ്ദേഹം തങ്ങളെ കൂടെ അങ്ങോട്ട് പോയി, തനഈമിലേക്ക് പോയി. ഇന്ന് അവിടെ മസ്ജിദും ആയിഷ എന്നാണ് പറയുന്നത്. ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട്. അതാണ് അവിടെ ഉള്ള ഒരാൾക്ക് വീണ്ടും ഉംറ ചെയ്യണമെങ്കിൽ നിബന്ധന ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യണമെന്ന്. തനഈമിൽ തന്നെ പോകണമെന്നില്ല, ജിദ്ദ പോയവർക്ക് അവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇഹ്റാം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഏതായാലും കൂടെ നടക്കുകയാണ്. എന്നാൽ റസൂൽ പറയണ്ടേ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിനോട്, നീ ഏതായാലും പങ്ങളെ കൂടെ പോവല്ലേ, അപ്പോൾ നിനക്കൊരു ഉംറയും കൂടി കൂലി കിട്ടിക്കോട്ടെ, നീ ഇഹ്റാം ചെയ്തോ എന്ന് അങ്ങനെ പറഞ്ഞില്ല. അവർ ഇഹ്റാം ചെയ്തിട്ടില്ല, അവർ വേറെ ഉംറയും നിർവഹിച്ചില്ല, പങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്തത്. പറഞ്ഞതെ. അപ്പോൾ ഇത് വെച്ചിട്ട് പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഉംറയും കൂടി ചെയ്യൽ ശ്രേഷ്ഠമുള്ള കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറയുമായിരുന്നു? അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിനോട് പറയുമായിരുന്നു. ഏതായാലും നീ ആയിഷൻ്റെ കൂടെ നടക്കുകയല്ലേ,
അപ്പോൾ നീയും ഒരു ഉംറയും കൂടാണ് ചെയ്താളെ എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞില്ല. അപ്പം അതിൻ്റെ അർത്ഥം അതൊരു പുണ്യമായിട്ട് പറയേണ്ട കാര്യമല്ല എന്നാണ്. എന്നാലോ അനുവാദം ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട പൊതുവായ ചില കാര്യങ്ങളാണ് ഇവിടെ വിശകലനം നടത്തിയത്. ഇനിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ അതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ അതിനുള്ള മറുപടി പറയാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.